സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് ഹർജി നൽകി. എറണാകുളം സബ് കോടതിയിലാണ് വരണാധികാരിക്കെതിരെ ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. അനിൽ ജോർജാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനിൽ, ഇക്കാര്യത്തിൽ ഇപ്പോൾ സാന്ദ്ര തോമസ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് ഇപ്പോൾ നടപടികളിലേക്ക് പോയിരിക്കുന്നത്? നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് നീണ്ടിരിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും വരണാധികാരിക്കെതിരെയാണ് ഹർജിയിൽ പരാതി ഉയർത്തുന്നത്. വരണാധികാരി കുറേ നാളുകളായി ഒരേ വരണാധികാരി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിക്കുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു സുതാര്യതയില്ല. 2 ബാനറുകളിൽ സിനിമ നിർമ്മിച്ചു എന്ന കാരണം മുൻനിർത്തി പറഞ്ഞുകൊണ്ടാണ് തന്റെ നാമനിർദ്ദേശ പത്രിക 2 സ്ഥാനത്തേക്ക് താൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിക്കളഞ്ഞതെന്ന് സാന്ദ്ര ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സമാനമായ നിലയിൽ തന്നെ 2 ബാനറുകളിൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകളുണ്ട്. അവർ നൽകിയ പത്രിക അതേപടി സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിനാൽ തന്റെ കാര്യത്തിൽ നടന്നത് വ്യക്തമായ നിലയിൽ ഗൂഢാലോചന നടത്തി തന്നെ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഒരു വിഭാഗം നടത്തിയത്. അതിന് വരണാധികാരി കൂട്ടുനിന്നു. അതിനാൽ നടപടിക്രമങ്ങൾ പാലിക്കാത്ത സുതാര്യമായ നിലയിൽ അല്ലാതെ നടത്തിയ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് നടപടികളും റദ്ദാക്കണമെന്നാണ് സാന്ദ്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് ഹർജി നൽകിയിരിക്കുന്നത്. സാന്ദ്ര തോമസ് കോടതിയിലേക്ക് നീങ്ങുകയാണ്.